വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്ന് നമ്മൾ NCERT സ്റ്റാൻഡേർഡ് 7-ലെ 5ാമത്തെ ചാപ്റ്റർ സയൻസിൻ്റെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേഞ്ചസ് അറൗണ്ട് അസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് പറയുന്നത്. കമ്പഷനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് കമ്പഷൻ? എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസസ് ഹീറ്റ് ഓർ ലൈറ്റ് ഈസ് കോൾഡ് കമ്പഷൻ. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹീറ്റോ ലൈറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. കമ്പഷൻ നടക്കണമെങ്കിൽ ഒരു മെറ്റീരിയൽ വേണം. ആ മെറ്റീരിയൽ ഇപ്പോൾ കമ്പഷന് ചെയ്യാൻ സാധ്യത ഉള്ളൊരു മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ നമ്മൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ വുഡ്, പേപ്പർ, കോട്ടൺ, കെറോസിൻ, ഇതെല്ലാം കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസസ് ആണ്. ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അത് നമ്മൾ തീർത്തിച്ചാൽ കല്ല് തീർത്തോ? ഇല്ല. അപ്പോൾ അത് നോൺ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആണെന്ന് പറയാം. ഓക്കെ, സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത ഈ ഒരു ചെറിയൊരു പോയിന്റ് നോക്കാം. ഹീറ്റ് ഇല്ലാതെ ഇവിടെ ഒരു കമ്പഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് പ്രൊഡക്ഷൻ ഇവിടെ ഹീറ്റ് ഇല്ലാതെ നടക്കുന്നുണ്ട്. എവിടെ? നമ്മളെ ഈ മിന്നാമിനിങ് ഇല്ലേ, മിന്നാമിനിങ്ങിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ ബയോലൂമിനസെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഹീറ്റ് ഇല്ലാതെയാണ് ലൈറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അത് എല്ലാ ലിവിങ് ഓർഗാനിസംസിലും ഇല്ല. ഇതേപോലെ മിന്നാമിനിങ്, പിന്നെ കടലിലുണ്ടാകുന്ന ഒരു ടൈപ്പ് ബയോലൂമിനസെൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയേണ്ട ആവശ്യമുള്ളൂ ഇവിടെ. ഇനി അടുത്ത പോയിന്റ്, മിനിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് സബ്സ്റ്റൻസ് ക്യാച്ച് ഫയർ ഈസ് കോൾഡ് ഇറ്റ്സ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇപ്പോൾ എന്താണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ? ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പേപ്പർ കത്തുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പേപ്പർ കത്താനായിട്ട് മിനിമം വേണ്ട ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പഷൻ ഉണ്ടല്ലോ, ഈ കമ്പഷൻ നടക്കണമെങ്കിൽ 3 റിക്വയർമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. ആ 3 റിക്വയർമെൻറ്റ്സ് ആണിത്. ഫസ്റ്റ്, കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് വേണം. നേരത്തെ പറഞ്ഞ പോലെ കല്ലൊന്നും എടുത്ത് വെച്ച് നമുക്ക് കത്തിക്കാൻ പറ്റില്ല. കത്തുന്ന എന്തെങ്കിലും ഐറ്റം വേണം, പേപ്പറോ ഫ്യൂവലോ അങ്ങനെ എന്തെങ്കിലും സാധനം വേണം. അതിനെ നമ്മൾ മൊത്തത്തിൽ ഫ്യൂവൽ എന്നാണ് പറയുന്നത്. തടിയൊക്കെ നമ്മൾ ഫ്യൂവലായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, കമ്പഷൻ്റെ കാര്യത്തിൽ മാത്രം, അല്ലാതെ ഇപ്പം തടിയെടുത്ത് നമുക്ക് ഫ്യൂവൽ എന്ന് പറഞ്ഞ് കാറിനകത്തെടുത്ത് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ നമ്മൾ നോർമൽ ഫ്യൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവേ വണ്ടിയിൽ ഒഴിക്കുന്നതാണ്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പഷൻ നടക്കുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ ഫ്യൂവൽ എന്ന് പറയാം. ഓക്കെ, രണ്ടാമത് ഓക്സിജൻ്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. കമ്പഷൻ എപ്പോഴും ഓക്സിജൻ്റെ പ്രസൻസിലേ നടക്കത്തുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഇഗ്നിഷൻ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഇഗ്നിഷൻ ടെമ്പറേച്ചറും കൂടെ എത്തിയാലല്ലേ അവിടെ കമ്പഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ ഹീറ്റിനെയും ഈ റിക്വയർമെൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് വേണം, ഓക്സിജൻ വേണം, പിന്നെ ആ ഹീറ്റും കൂടെ വേണം. ഓക്കെ, അടുത്തത് ഇവിടെ ഒരു ചെറിയൊരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ മൈക്കിൾ ഫാരഡയെ പറ്റിയാണ് പറയുന്നത്. ബേസിക്കലി ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. മൈക്കിൾ ഫാരഡെ ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് കെമിക്കൽ ഹിസ്റ്ററി ഓഫ് എ കാൻഡിൽ. ഈ സയൻസിലുണ്ടായിരുന്ന ആൾക്കാർ, അതായത് സയൻറ്റിസ്റ്റുമാർ പൊതുവെ പണ്ട് മുതലേ ഈ കാൻഡിലുമായിട്ട് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു അവർക്ക്. അപ്പോൾ അവരെല്ലാം കാൻഡിലിനെയൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് ഫാരഡെ കാൻഡിലിനെ പറ്റി ഡെലിവർ ചെയ്ത ഒരു സെറ്റ് ഓഫ് ലെക്ചേഴ്സാണ് കെമിക്കൽ ഹിസ്റ്ററി ഓഫ് എ കാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതാ ഇവിടെ വെതറിങ് ഓഫ് റോക്സിനെ പറ്റി നോക്കണം. വെതറിങ് ഓഫ് റോക്സ് ഒക്കെ നാച്ചുറലായിട്ടുള്ള കുറച്ച് സ്ലോ ആയിട്ട് നടക്കുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. നമുക്ക് നോക്കാം. എന്താണ് സെഡിമെൻറ്റ്സ് എന്ന് ആദ്യം നോക്കാം. നമ്മളിതാ ഇവിടെ ഈ മലയുടെ താഴെയൊക്കെ ഇവിടെ കുറേ ഇങ്ങനെ ചെറിയ ചെറിയ കല്ല്, അങ്ങനെ മണ്ണൊക്കെ ആയിട്ട് കിടക്കുമല്ലോ, അതിനെയാണ് നമ്മൾ സെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ബ്രേക്ക് അപ്പ് ലാർജ് റോക്സ് ഇൻറ്റു സ്മോളർ പീസസ്. അപ്പോൾ വലിയ കല്ല് പൊട്ടി ചെറിയ പീസസ് ആവുന്ന ഒരു ഫിസിക്കൽ ചേഞ്ച് വഴിയാണ് ഈ സെഡിമെൻറ്റ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ചേഞ്ചസ് ഡ്യൂ ടു ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ടെമ്പറേച്ചർ ചേഞ്ച് കാരണവും ഇതുണ്ടാവും. പിന്നെ ഇതേപോലെ മരത്തിൻ്റെ റൂട്ട്സൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ വിടവിലൊക്കെ കയറി അത് വളരും തോറും ഇത് പൊട്ടി വീണ് അങ്ങനെയും അങ്ങനെയും ചെറിയ ചെറിയ പീസായിട്ട് ഈ ഒരു റോക്സൊക്കെ മാറാറുണ്ട്. പിന്നെ ഈവൻ ഫ്രീസിങ് ഓഫ് വാട്ടർ വിത്തിൻ ക്രാക്സ്. ഇതേപോലെ വിടവിൽ വെള്ളം കയറിയിരുന്നിട്ട് അതൊരു തണുപ്പുള്ളൊരു പ്രദേശമൊക്കെ ആണെങ്കിൽ ഈ തണുപ്പ് കാരണം അത് ഐസ് ആയതിന് ശേഷം അങ്ങനെ
ക്രാക്ക് വീണ് വീണ്ടും ചെറിയ ചെറിയ പീസ് ഓഫ് റോക്സ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും, റൂട്ട് ഓഫ് ട്രീസ് അഫക്റ്റ് ചെയ്യും, ഫ്രീസിങ് ഓഫ് വാട്ടർ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ഇൻ റോക്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് വെതറിങ്. കളക്റ്റീവ്ലി നമ്മൾ ഈ ഫിസിക്കൽ കെമിക്കൽ ചേഞ്ചസിനെ വെതറിങ് എന്ന് പറയും. ഈ വെതറിങ് കാരണമാണ് നമുക്ക് സോയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് സോയിൽ ഉണ്ടാകുന്നത് വെതറിങ് എന്ന പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇനി എന്താണ് ഇറോഷൻ എന്ന് നോക്കാം. ഇറോഷന് മുന്നേ ജസ്റ്റ് ഇവിടെ ഒരു റിവർ ബെഡിൻ്റെ സൈഡിലുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫൈൻ സാൻഡ് കളക്റ്റിംഗ് ഓൺ റിവർ ബെഡ്. റിവർ ബെഡ് അറിയാമല്ലോ, നമ്മൾ ഈ റിവറൊക്കെ ഒഴുകി പോകുന്നതിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ഒരു ഏരിയ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ടുള്ള കുറച്ച് മണ്ണ് കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ദിസ് സാൻഡ് ഈസ് ഫോംഡ് വെൻ റോക്ക് പെബിൾസ്, സോയിൽ ആൻഡ് സെഡിമെൻറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ആൻഡ് മൂവ്ഡ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ബൈ നാച്ചുറൽ ഫോഴ്സസ് ലൈക്ക് വിൻഡ് ആൻഡ് ഫ്ലോയിങ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കല്ല് പൊടിഞ്ഞ്, അതേപോലെ തന്നെ പെബിൾസ് പൊടിഞ്ഞ്, സോയിൽ, പിന്നെ സെഡിമെൻറ്റ്സ്, ഇതെല്ലാം കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് വെള്ളം വഴിയോ വിൻഡ് വഴിയോ ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്താണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റിവർ ബെഡിൻ്റെ സൈഡിലോട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഇറോഷൻ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യാനും പറ്റത്തില്ല എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ PDF വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.